ഹലോ ഡിയേഴ്സ്, കോണ്ടോ ഇട്ടിട്ട് ഇപ്പൊ സെക്സ് വർക്കറിന്റെ അടുത്താണെങ്കിലോ അതോ അല്ലെങ്കിൽ സ്പായിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 100% സേഫ് ആണ്. ഇങ്ങനെയാണ് കമന്റ്സ് ഒക്കെ വരുന്നത്. യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലൊക്കെ. ശരിയാണോ? സ്പായിൽ പോയാലും ഉണ്ടാകാൻ പോകുന്ന കുറച്ച് ലൈംഗിക രോഗങ്ങളെ പറ്റിയിട്ട് ലാസ്റ്റ് വീഡിയോ ചെയ്തിരുന്നു അല്ലേ? അതിനുശേഷം ഒരു 7 പേര് അവർക്ക് ചില ഇങ്ങനെയൊക്കെ ഉണ്ട് എന്താണ് എന്ന് ചോദിച്ചിട്ട് മെസ്സേജ് അയച്ചിരുന്നു. ചിലത് നിങ്ങൾക്ക് കാണാം. ഞാൻ പുറത്തു പോയി ലൈംഗികത്തിൽ ഏർപ്പെട്ടു. ഇപ്പോ എനിക്ക് അരിമ്പാറ പോലെ ലിംഗത്തിൽ ഓരോന്നോരോന്നായിട്ട് കാണുന്നുണ്ട്. അതെന്താണ്? HPV അല്ലേ? അതായത് ജെനിറ്റൽ വാർഡ്സ് വൈറസ് ആണ് ഇത്. നമ്മളുടെ ജനനേന്ദ്രിയ ഭാഗത്ത് ഇങ്ങനെ കുറെ അരിമ്പാറ പോലെ വന്നിങ്ങനെ നിൽക്കും. ഇതാണ് അസുഖം. ഇത് സ്കിൻ ടു സ്കിൻ ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ എന്താകും? അത് അവർക്ക് വീണ്ടും തൊടുന്ന ആൾക്ക് സ്കിൻ ടു സ്കിൻ ടച്ചിലൂടെ പെട്ടെന്ന് സ്പ്രെഡ് ആകാൻ വേണ്ടി കാരണമാകും. അപ്പൊ അത് അവരുടെ ലിംഗത്തിൽ മാത്രമല്ല അതിന് ചുറ്റും തൊട ഇടുക്കുകളിലൊക്കെ ഇങ്ങനെ ഉണ്ടാകും. അപ്പൊ എന്താകും? ഇപ്പൊ സ്വന്തം ഭാര്യയായിട്ടാണെങ്കിലോ പിന്നീട് ലൈംഗികത്തിൽ ഏർപ്പെടുമ്പോൾ എന്താവും? ആ ഒരു ടച്ച് മതി അവർക്കും സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ആണുങ്ങളെ പോലെയല്ല സ്ത്രീകൾ കുറെ ഇമ്മ്യൂണിറ്റി പ്രശ്നങ്ങളുണ്ട്. അതായത് പീരീഡ്സ് ടൈമിലൊക്കെ നന്നായിട്ട് ഇമ്മ്യൂണിറ്റി കുറഞ്ഞു വരുന്ന സമയമുണ്ട്. ആ സമയത്തൊക്കെയാണ് ഇവർക്ക് നന്നായിട്ട് ഇത് ഗ്രോത്ത് ആയിട്ട് പൂക്കൾ പോലെ നിറച്ചും ഇങ്ങനെ അരിമ്പാറ പോലെ മൊത്തമായി പോയിട്ട് ക്ലീൻ ചെയ്യേണ്ട ആവശ്യം വരും. ഇത് വൈറലാണ്. ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്, കരിച്ചു കളയാനൊക്കെ പറ്റും. എന്നാലും ഇതെപ്പം വേണേലും നിങ്ങൾക്ക് പോപ്പ് ചെയ്ത് വീണ്ടും വരാം. ഞാനൊരു പ്രവാസിയാണ്. ഇവിടുത്തെ സ്പായിൽ പോയതിന്റെ ഫലമായി എനിക്കും കിട്ടി ലിംഗത്തിലെ അരിമ്പാറ. അതിപ്പോ ഡോക്ടറിനെ കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അതുകൊണ്ട് ഫ്രണ്ട്സ് ആരും കുറച്ച് സമയത്തെ സുഖത്തിന് വേണ്ടി പോവല്ലേ, ജീവിതം പോകുന്നു പറഞ്ഞിട്ട്. കാരണം ഇവര് വോയിസ് ആയിരുന്നു അയച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ ചോദിച്ചു, ഇത് മറ്റുള്ളവർക്കും എടുക്കാൻ വേണ്ടി ഒരു സ്ക്രീൻഷോട്ട് പോലെ എനിക്ക് എടുക്കാൻ വേണ്ടി തരുമോ എന്ന് ചോദിച്ചപ്പോൾ ആള് കാണിച്ചതാണ്. വോയിസ് കണ്ടിട്ട് ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്യണ്ടെന്ന് വെച്ചിട്ട്. ഞാൻ കുറച്ച് മുന്നേ സെക്ഷലി കോണ്ടാക്ട് ഉണ്ടായിരുന്നു ഒരു സെക്സ് വർക്കറുമായിട്ട്. കോണ്ടം ബ്രേക്കായി കുറച്ച് സീൻ ഉണ്ടായി. അങ്ങനെ VDRL പോസിറ്റീവ്. സിഫിലിസ്, വേദനയില്ലാത്ത പുണ്ണുകൾ ഇങ്ങനെ ലിംഗത്തിലും ഭാഗത്തും ഒക്കെ വരും. പെട്ടെന്ന് തന്നെ ട്രാൻസ്മിറ്റ് ആവും. പിന്നെ ഒരാളെ വിളിച്ച് ഗൊണേറിയ പറഞ്ഞിട്ടാണ്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും ഇതിങ്ങനെ സ്ക്രീൻഷോട്ട് എടുക്കാനോ അത് കാണിക്കാനോ ഒന്നും അനുവദിക്കുന്നില്ല. ഞാൻ ഒരു ഡീറ്റെയിൽ ഒന്നും കാണിക്കൂല. ഇങ്ങനെ കുറേ പേര് സംശയം ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് അയച്ചു തന്നിട്ടുണ്ട്. കോണ്ടം യൂസ് ചെയ്തവരാണ്. ഈ കോണ്ടം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും അത് 100% സേഫ് അല്ല എന്നുള്ളതാണ് എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്. HIV ഒരു 85 തൊട്ട് ഒരു 98 വരെ നല്ല രീതിയിൽ കോണ്ടം ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി പറ്റിയേക്കും. അതായത് 100% സേഫ് അല്ല. ഗൊനേറിയ, ക്ലമിഡിയ മുതലായവയുള്ള നല്ല രീതിയിൽ സംരക്ഷണം കിട്ടും. അതുപോലെ HPV പറഞ്ഞ HPV ആണ് ഈ വാട്സ്. ആ HPV ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സ്കിൻ ടു സ്കിൻ ടച്ച് വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് സ്പ്രെഡ് ആകാൻ കാരണമാവും. അതുപോലെ തന്നെയാണ് ഹെർപ്പസും സിഫിലിസും ഒക്കെ നിങ്ങൾക്ക് കോണ്ടോണ്ടായിട്ടും കാര്യമില്ല. നല്ല റിസ്ക് ഉണ്ടാകാനുള്ള കാരണങ്ങൾ ഒന്നെങ്കിൽ പൊട്ട, അല്ലെങ്കിൽ സ്ലിപ്പായി പോവാ, അല്ലെങ്കിൽ തുടക്കത്തിലേ ഇടാത്ത അവസ്ഥകൾ ഉണ്ടായില്ല, അല്ലെങ്കിൽ ഓറിലേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ അതിലൂടെ നാവിലൊക്കെ കൊണ്ടുവിടാണ്ട് അങ്ങനെയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലൊക്കെ ഉണ്ടാവും. ഒരു HPV വാക്സിനെ പറ്റിയിട്ട് പരിഗണിക്കും. ഇങ്ങനെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ഒരു 3-6 മാസങ്ങളിൽ ഒന്ന് റെഗുലർ ആയിട്ട് STD ടെസ്റ്റ് ചെയ്യാം. എപ്പോൾ വേണമെങ്കിലും വരാം. എന്നുവെച്ചാൽ ഇത് ഹൈഡായിട്ട് നിൽക്കും. കുറെ കാലം കഴിഞ്ഞിട്ടായിരിക്കും പുറത്ത് വരിക. യൂട്യൂബിൽ കണ്ടു ഒരാള് ഇട്ടേക്കുന്നത്, ഞാൻ 9 മാസമായി പോകുന്നു, ഇന്നലെ കൂടി പോയി, എനിക്കൊരു പ്രശ്നമില്ല എന്ന്. അതിനിടയിൽ കുറെ പേര് ചോദിച്ചു, എവിടെയാ, എങ്ങനെയാ, അവിടെ നല്ല പിള്ളേരാന്നൊക്കെ. നമുക്ക് പലതും സിംറ്റംസ് കാണിക്കത്തില്ല, അവർക്ക് പോലും അറിയലുണ്ടാവില്ല. കുറെ നാൾ കഴിഞ്ഞിട്ടായിരിക്കും, ചിലപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് അത് കാണിച്ചു തുടങ്ങുക. ഇപ്പൊ പ്രശ്നമില്ലാന്ന് വെച്ചിട്ട്. ഇനിയും പറയുന്നു ഞാന്, നിങ്ങൾ ദയവ് ചെയ്ത് ഒരു പാർട്ട്ണറിൽ ഒതുങ്ങാൻ വേണ്ടി നോക്ക്. ദയവ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള ആളുകളുമായിട്ട് ലൈംഗികബന്ധത്തിന് പോവാതിരിക്കുക. അവിടെ എവിടെയൊക്കെ പോയിട്ട് ഒന്നും അറിയാത്ത വൈഫിനോ അല്ലെങ്കിൽ വളരെയധികം സ്നേഹിക്കുന്ന പെണ്ണിനും കൊണ്ട് കൊടുത്തിട്ട് അവളുടെ ജീവിതം കൂടി നശിപ്പിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരരുത്. പലരും ചെയ്തിട്ടുണ്ട്. പലരും ഇങ്ങനെ അത് ഭയങ്കര വലിയ ക്രൂരതയാണ്. നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും വലിയൊരു പാപം തന്നെയാണ്. വന്നിട്ടുള്ള ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് എടുക്കുക, വാക്സിൻ എടുക്കുക, ഇമ്മ്യൂണിറ്റി ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നോക്കുക. ഓവറോൾ ഹെൽത്തും നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയും
ഒക്കെ കൂട്ടാൻ വേണ്ടിയിട്ടും ലൈംഗികതയിൽ കുറച്ച് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുന്നതും നിങ്ങളുടെ ലിംഗത്തിന്റെ യഥാർത്ഥ സൈസിലേക്ക് ചുരുങ്ങിപ്പോയതോ അല്ലെങ്കിൽ അത് നിങ്ങൾക്ക് യഥാർത്ഥ ഉദാഹരണം നടക്കാതൊക്കെ വരുന്ന ആൾക്കാരുണ്ടെങ്കിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള വളരെ സേഫ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്താറുണ്ട്. നേച്ചർ മാനിയന്റെ ലിഫ്റ്റ് അപ്പ് ക്യാപ്സൂൾ 100% നാച്ചുറൽ ആണ്, മെയ്ഡ് വിത്ത് ഹെർബൽ ഇൻഗ്രീഡിയൻസ് ആണ്. ഇതൊരു ഹാബിറ്റ് ഫോമിംഗ് ആയിട്ടൊന്നുമില്ല, അതുപോലെ തന്നെ ക്ലിനിക്കലി പ്രൂവണുമാണ്, GMB ISO ആയുഷ് സർട്ടിഫൈഡുമാണ് കേട്ടോ. ശതാവരി, സേഫ് മുസ്ലി, അശ്വഗന്ധ, ലങ് ഇതൊക്കെയാണ് അടങ്ങിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, ഇതിലൂടെ ഒരുപാട് ഇൻഗ്രീഡിയന്റ് ഉണ്ട്. എല്ലാം വളരെ ഹെൽത്തി ആയിട്ട് നിങ്ങളുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ നന്നായിട്ട് കൂട്ടാൻ വേണ്ടിയിട്ടും പുരുഷന് നല്ല രീതിയിൽ ഉദാഹരണമൊക്കെ സംഭവിക്കാനും ഈ സ്മോക്കിങ്ങും ഈ ബാഡ് ഹാബിറ്റൊക്കെ കൊണ്ടൊക്കെ ലിംഗമൊക്കെ ചുരുങ്ങി പോയിട്ടുള്ളവരാണെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടും ഒക്കെ സഹായിക്കുന്നതാണ് കേട്ടോ. നിങ്ങളുടെ ഇമ്മ്യൂണിറ്റിയും ഓവറോൾ ഹെൽത്തും കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും നല്ല രീതിയിൽ. അപ്പൊ ലിഫ്റ്റപ്പ് ഓയിലൊക്കെ യൂസ് ചെയ്യുന്നവർക്കും ഇതിന്റെ കൂടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഇതാണ് ക്യാപ്സ്യൂളാണ് ലിഫ്റ്റപ്പ് ക്യാപ്സ്യൂൾ എന്ന് പറഞ്ഞിട്ടുള്ളത്. ഇത് നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലിംഗം എക്സ്ട്രാ വളരുമെന്നല്ല, നിങ്ങളുടെ യഥാർത്ഥ സൈസിലേക്ക് എത്തിക്കുകയാണ് ചെയ്ത് ചുരുങ്ങിപ്പോയിട്ടൊക്കെ ഉള്ളവര് ബ്ലഡ് ഫ്ലോ ഒക്കെ നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടി സഹായിക്കും. ദയവ് ചെയ്തിട്ട് BP ഉള്ളവരൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ക്യാപ്സ്യൂൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഡോക്ടറോട് ചോദിച്ചിട്ട് തന്നെ കഴിക്കാൻ പാടുള്ളൂ. ബ്ലഡ് ഫ്ലോ കൂട്ടുമല്ലേ ലിംഗത്തിലോട്ടൊക്കെ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനി സേഫ് ആയിട്ട് നോക്കുക. സ്പാ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു നാശത്തിലേക്കാണ് കൊണ്ടുവന്നത്. എല്ലാ സ്പായും നല്ലതല്ല മീൻസ് ഈ സെക്ഷൽ ആക്ടിവിറ്റി ഒക്കെ ഉള്ള സ്പാ മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. സോ വാച്ചിങ് മൈ വീഡിയോ. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് എ ന്യൂ ടോപ്പിക്. ബൈ.